ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ 6. രാമക്ഷേത്രം പുനർജനിച്ച ഡിസംബർ 6. പള്ളിയുടെ ആത്മാവിനെ ക്ഷേത്രത്തിന്റെ ചവിട്ടുപടികളാക്കാൻ വാശി പിടിച്ച നമ്മുടെ പ്രധാനമന്ത്രി. ആമോദവും ആവേശവും സമം ചേർന്ന അന്തരീക്ഷത്തിൽ രാമക്ഷേത്രത്തിലെ രാമലല്ല ഭക്തർക്കായി കണ്ണു തുറന്നപ്പോൾ അസ്തമിച്ചത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസമായിരുന്നു. അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർന്ന സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഇതോടെ 3 പതിറ്റാണ്ട് കാലത്തെ BJP സംഘപരിവാർ ശക്തികളുടെ ഏറ്റവും പ്രധാനമായ ഒരു രാഷ്ട്രീയ വർഗീയ അജണ്ടയാണ് നടപ്പിലായത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബർ 1528 പണികഴിപ്പിച്ചതാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ബാബറിന്റെ കാലത്തായിരുന്നതിനാലാണ് പള്ളിക്ക് ആ പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. നവാബ് വാജിദ് അലി ഷാ അവധ് ഭരിക്കുന്ന 1853 ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന അവകാശവാദം ഉയർന്നു വരുന്നത്. നിർമോഹി എന്ന ഹിന്ദു വിഭാഗമായിരുന്നു ആരോപണത്തിന് പിന്നിൽ. AD 12-ാം നൂറ്റാണ്ടിൽ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് അവർ അവകാശപ്പെട്ടത്. പിന്നീട് പള്ളി നിർമ്മാണത്തിനായി ക്ഷേത്രം തകർക്കുകയായിരുന്നുവെന്നും ഈ വിഭാഗം വാദം ഉന്നയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് 1853 അയോധ്യയിൽ കലാപമുണ്ടായി. ഇതോടെ 1859 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രശ്നത്തിൽ മധ്യസ്ഥതയുണ്ടാക്കി. മുസ്ലിങ്ങൾക്ക് അകത്തുകടന്ന് ആരാധന നടത്താമെന്നും ഹിന്ദുക്കൾക്ക് പുറത്തു നിന്ന് പ്രാർത്ഥിക്കാമെന്നുമായിരുന്നു വ്യവസ്ഥ. അയോധ്യ വിഷയത്തിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രമാണ് കൊളോണിയൽ ഭരണകൂടം സ്വീകരിച്ചത്. 1885 മഹദ് രഘുബർ ദാസ് എന്നയാളാണ് വിഷയത്തിൽ ആദ്യ കേസ് ഫയൽ ചെയ്യുന്നത്. ക്ഷേത്രം പണിയാൻ അനുവദിക്കണമെന്നും പൂജയ്ക്ക് സൗകര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. എന്നാൽ ഫൈസാബാദ് കോടതി രഘുബർ ദാസിന്റെ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് 1949 തർക്കം രൂക്ഷമായി. ഒരു വിഭാഗം ഹിന്ദുക്കൾ പള്ളിക്കകത്ത് രാമവിഗ്രഹം കൊണ്ടുവച്ചു. 1949 ഡിസംബർ 22 രാത്രിയിലാണ് ബാബറി മസ്ജിദിൽ ശ്രീരാമ വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റിന് ഇതേക്കുറിച്ച് അറിയാമായിരുന്നു. ഇതറിഞ്ഞ് വിഗ്രഹം മാറ്റാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. എന്നാൽ കലാപ സാധ്യത മുന്നിൽ കണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടിയും വന്നു. വിഷയത്തിൽ പോരാട്ടം മുറുകിയതോടെ കേന്ദ്രം സജീവമായി ഇടപെട്ടു. ബാബറി മസ്ജിദ് നിന്ന സ്ഥലം തർക്കഭൂമിയായി പ്രഖ്യാപിച്ച് കവാടമടച്ചു. ഇതോടെ ഇരു വിഭാഗവും നിയമവഴിയിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് 1950 2 ഹർജികൾ ഫൈസാബാദ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. ഗോപാൽ സിംഗ് വിശാരദ്, മഹന്ത് പരമഹംസ് രാമചന്ദ്രദാസ് എന്നിവരായിരുന്നു ഹർജിക്കാർ. ഹിന്ദുക്കൾക്ക് ഇവിടെ ആരാധനയ്ക്ക് അവസരം ഒരുക്കണമെന്നായിരുന്നു ആവശ്യം. കോടതി ഇത് അംഗീകരിക്കുകയും പള്ളിക്ക് പുറത്ത് പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ 1959 വീണ്ടും ഒരു ഹർജി ഫൈസാബാദ് കോടതിയിലെത്തി. സ്ഥലത്തിന്റെ ചുമതലാവകാശം തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് നിർമോഹി അഖാരയാണ് കോടതിയെ സമീപിച്ചത്. വിഗ്രഹം സ്ഥാപിച്ച സ്ഥലവും ചേർന്നുള്ള ഭാഗങ്ങളും വേണമെന്നായിരുന്നു നിലപാട്. പള്ളിക്കകത്ത് വിഗ്രഹം സ്ഥാപിച്ചത് ചോദ്യം ചെയ്ത് 1961 സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് കോടതിയെ സമീപിച്ചു. പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് സമീപം ഖബർസ്ഥാൻ ആയിരുന്നുവെന്ന് വഖഫ് ബോർഡ് കോടതിയിൽ വ്യക്തമാക്കി. ശേഷം 1984 ഹിന്ദു സംഘടനകൾ ഐക്യസമിതിക്ക് രൂപം നൽകി. അയോധ്യ തർക്കത്തിൽ ദേശവ്യാപക പ്രചാരണമായിരുന്നു സമിതി രൂപീകരണത്തിന്റെ ലക്ഷ്യം. BJP നേതൃത്വ നിലയിലുണ്ടായിരുന്ന LK അദ്വാനിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രചരണം. 1985 വിശ്വ ഹിന്ദു പരിഷത്ത് ഉടുപ്പിയിൽ സംഘടിപ്പിച്ച ധർമ്മ സൻസദിൽ വെച്ച് രാമക്ഷേത്രത്തിന്റെ പൂട്ട് തുറക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഇതിന്റെ തുടർച്ചയായി 1986 ഹരിശങ്കർ ദുബെ എന്നയാൾ ജില്ലാ കോടതിയെ സമീപിച്ചു. ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് അവസരമൊരുക്കണമെന്നായിരുന്നു ആവശ്യം. കോടതി ഇത് അംഗീകരിച്ച് കവാടം തുറന്ന് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് അനുമതി നൽകി വിധി പ്രസ്താവിച്ചു. 1986 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ക്ഷേത്രം പൂജയ്ക്കായി തുറന്നുകൊടുത്തു. ആ വിധി തിരികൊളുത്തിയത് വലിയ വിവാദങ്ങൾക്കായിരുന്നു. കടുത്ത പ്രതിഷേധവുമായി മുസ്ലിങ്ങൾ രംഗത്തെത്തി. ഈ രോഷം ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് വരെ എത്തിച്ചു. മുസ്ലിങ്ങൾ ബാബറി മസ്ജിദിന് മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കണമെന്നായിരുന്നു 1987 ഫെബ്രുവരി 15 ബോംബെ ശിവജി പാർക്കിൽ വാജ്പേയി പ്രസംഗിച്ചത്. 1989 ഏപ്രിൽ 6 നടന്ന വിരാട് ഹിന്ദു സമ്മേളനത്തിൽ ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം ഹിന്ദുക്കൾക്ക് നൽകണമെന്നും വാജ്പേയി ആവശ്യപ്പെട്ടു. ജൂൺ 11 ദേശീയ നിർവാഹക സമിതിയിൽ ഇതു സംബന്ധിച്ച് പ്രമേയവും പാസാക്കി.
രാമജന്മഭൂമി ഹിന്ദുക്കൾക്ക് എന്നതായിരുന്നു പ്രധാന ആവശ്യം. 89-ൽ BJP പ്രകടന പത്രികയിൽ രാമക്ഷേത്രം ഇടം പിടിച്ചു. 1990 സെപ്റ്റംബർ 25-ന് ഈ തർക്കത്തിൽ ഒരു കോടതിക്കും ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ലെന്ന് വാജ്പേയി പ്രസംഗിച്ചു. അതിനിടെ 1989-ൽ വിശ്വ ഹിന്ദു പരിഷത്ത് പള്ളിയോട് ചേർന്ന് രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടിരുന്നു. പള്ളി മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന് ദിയോങ്കി നന്ദൻ അഗർവാൾ എന്നയാൾ കോടതിയോട് ആവശ്യപ്പെട്ടു. ഇതോടെ അയോധ്യയുമായി ബന്ധപ്പെട്ട ഹർജികൾ കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന് കൈമാറി. 1989-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം 11% ആയിരുന്നതിൽ നിന്ന് 20% ഉയർന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 85-ൽ നിന്ന് 120 BJPയിലും സംഘപരിവാറിലും ദേശീയ രാഷ്ട്രീയത്തിലും അദ്വാനി പിടിമുറുക്കി. അതിനിടെ 90-ൽ VHP പ്രവർത്തകർ പള്ളിയുടെ ഒരു ഭാഗത്തിന് കേടുപാടുകൾ വരുത്തി. അന്നത്തെ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. 1991-ൽ ഉത്തർപ്രദേശിൽ BJP അധികാരത്തിലെത്തി. അതോടെ രാമക്ഷേത്ര നിർമ്മാണം എന്ന ആവശ്യം സംഘപരിവാർ കേന്ദ്രങ്ങൾ സജീവമായി ഉയർത്തുകയായിരുന്നു. കേന്ദ്രത്തിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ സാധിച്ചതും തർക്കത്തിന് ആക്കം കൂട്ടി. വിവാദ തർക്കങ്ങൾ അശ്രാന്തം തുടർന്നുകൊണ്ടേയിരുന്നു. 2014-ൽ മോദി അധികാരത്തിലെത്തിയതോടെയാണ് വിഷയം വീണ്ടും ശക്തമായ ചർച്ചയാകുന്നത്. 2015-ൽ ക്ഷേത്ര നിർമ്മാണത്തിനായി അയോധ്യയിലേക്ക് കല്ലുകൾ എത്തിക്കാൻ തുടങ്ങി. 2017-ൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ BJP വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറി. ഇതോടെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി മുറവിളികൾ സജീവമായി. അതിനിടെ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് അദ്വാനിക്കെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ബാബറി മസ്ജിദ് തകർത്തതിൽ കുറ്റകരമായ ഗൂഢാലോചനയ്ക്ക് BJP നേതാക്കൾ വിചാരണ നേരിടണമെന്ന് 2017 ഏപ്രിൽ 20-ന് സുപ്രീം കോടതി വിധിച്ചു. അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ എത്തി. തർക്കഭൂമി 3-ആയി വിഭജിച്ച വിധിക്കെതിരെ സമർപ്പിക്കപ്പെട്ട 16 അപ്പീലുകളാണ് കോടതി പരിഗണിച്ചത്. പ്രശ്നം മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കാൻ കോടതി 3-അംഗ സമിതിയെ നിയോഗിച്ചു. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് FM ഖലീഫുള്ള, ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരെയാണ് മീഡിയേറ്റർമാരായി നിയോഗിച്ചത്. ഒടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ അനുമതി നൽകിക്കൊണ്ട് സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുകയായിരുന്നു. തർക്കത്തിലുള്ള 2.77 ഏക്കർ ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിനായി രൂപീകരിക്കുന്ന ട്രസ്റ്റിന് കൈമാറാൻ കോടതി വിധിച്ചു. പള്ളി പണിയാൻ 5 ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തി നൽകാനും ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, അബ്ദുൾ നസീർ എന്നിവരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ ഏകകണ്ഠമായ വിധിയായിരുന്നു അത്. സ്വർണ്ണാഭരണ വിഭൂഷിതമായ രാംലല്ല വിഗ്രഹം ഇന്നവിടെ തലയെടുപ്പോടെ ഇരിക്കുമ്പോൾ ഡിസംബർ 6 ഒരു ജനതയെ കൂടുതൽ നൊമ്പരപ്പെടുത്തുകയാണ്.